നമുക്കിന്നൊരു പക്കോറ ഉണ്ടാക്കാം. മുട്ട കൊണ്ടൊരു പക്കോറാസ് അല്ലെങ്കിൽ പക്കോട എന്ന് പറയാം. നമ്മളിപ്പോൾ മുട്ട ബജിയൊക്കെ ഉണ്ടാക്കുന്നതിന്റെ കുറച്ച് വ്യത്യസ്തമായ ഒരു രീതിയാണ്. പക്ഷെ ടേസ്റ്റ് മുട്ട ബജിയേക്കാൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ കൂടുതലായിട്ട് ചേർക്കണം. മുട്ട ബജിയിൽ ചേർക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ചേർക്കണം. പക്ഷെ ടേസ്റ്റി ആയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ട് കഴിക്കാവുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അല്ലേ. വേറൊന്നല്ല, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ചേർക്കേണ്ടത്. അതൊന്ന് ഫൈനായിട്ടൊന്ന് ചോപ്പ് ചെയ്തൊക്കെ ചേർക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കായിരിക്കണം. നമ്മൾ ബജ്ജിയുടെ മാവ് കലക്കുന്ന പോലെയല്ല, കുറച്ചുകൂടി തിക്കായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മഴക്കാലത്ത് ചൂടോടുകൂടി കഴിക്കാൻ പറ്റിയ സ്നാക്കാണ്. അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ സ്നാക്സ്, കുട്ടികളുടെ സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ റെസിപ്പീസൊക്കെ ആവശ്യപ്പെട്ടിട്ട് കമൻസ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുട്ടികൾക്ക് കൊടുക്കാനും വീട്ടിലെല്ലാ പ്രായക്കാർക്കും കഴിക്കാനും പറ്റിയ സ്നാക്സ് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ ഇടയായിട്ട് നമ്മളിപ്പോൾ സ്നാക്സിന്റെ റെസിപ്പികൾ അടുപ്പിച്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ മുട്ട പക്കോറ അല്ലെങ്കിൽ പക്കോട എളുപ്പത്തിൽ റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ മുട്ട പക്കോടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 6 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ ഒരു പീസ് ഇഞ്ചി ഉണ്ട്, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, സവോള. ഇതൊക്കെ വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. പച്ചമുളകിൻ്റെ എണ്ണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാം. മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. കറിവേപ്പിലയും ഇഞ്ചിയും മല്ലിയിലൊക്കെ വളരെ ചെറിയ ക്വാണ്ടിറ്റി മതി കേട്ടോ. ഒരു എന്താ പറയുക, എല്ലാം കൂടി ചേർക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ അത്രയും മതി. പിന്നെ ഇതെടുത്തിരിക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. പിന്നെ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിൽ പെരിഞ്ജീരകം ചേർക്കുന്നതിന് പകരം നല്ല ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നല്ല ജീരകം ചേർക്കാം, അല്ലെങ്കിൽ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ഞാനിപ്പോൾ പെരിഞ്ജീരകപ്പൊടി ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മുട്ട കട്ട് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഇഞ്ചിയും പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയും സവോളയൊക്കെ നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. എത്രത്തോളം ചെറുതാക്കാമോ അത്രത്തോളം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില വെളുത്തുള്ളി സവോള എല്ലാം ചേർത്ത് ഇതുപോലെ ഫൈനായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ മുറിച്ച് ചേർക്കുന്നതിന് വരെ അരച്ച് ചേർക്കാം. പിന്നെ ഇഞ്ചി ചോപ്പ് ചെയ്ത് ചേർക്കാൻ സമയമില്ല, അപ്പോൾ നമ്മുടെ കയ്യിൽ ജിഞ്ചർ പേസ്റ്റ് ആണ് ഉള്ളതെങ്കിൽ ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഉള്ളതെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ആ ഗാർലിക്കിൻ്റെ ഫ്ലേവറും കൂടി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും മുറിച്ച് ചേർത്തു എന്നാണ്. ഇതിൽ നമ്മൾ വെളുത്തുള്ളി ചേർത്തിട്ടില്ല കേട്ടോ, അത് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ എരിവുണ്ട്, പച്ചമുളകിൻ്റെ എരിവുണ്ട്, അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്ന് പറഞ്ഞത്. നമുക്കൊരു കളറ് മാത്രം മതി. പിന്നെ 2 പിഞ്ച് ഗരം മസാലപ്പൊടി, ആ ഗരം മസാലപ്പൊടിയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം. പിന്നെ നമ്മുടെ പെരിഞ്ജീരകപ്പൊടി 1/4 ടീസ്പൂൺ വരെ ചേർക്കാം. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച്, പെരിഞ്ജീരകപ്പൊടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ജീരകപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ നല്ല ജീരകമില്ലേ ആ ജീരകം ചേർക്കുക. പിന്നെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കുക. 1/2 ടീസ്പൂൺ വരെ ആയാലും കുഴപ്പമൊന്നുമില്ല. എരിവുണ്ടാവുന്നേ ഉള്ളൂ, കുറച്ച് എരിവുള്ളതാണ് ഈ ഒരു പക്കോടയ്ക്ക് ടേസ്റ്റ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ നമ്മളിതിൽ അരിപ്പൊടിയോ കായോ ഒന്നും ചേർക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് പക്കോടയാണ്, നമ്മുടെ ബജ്ജിയല്ലല്ലോ. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. ബജ്ജി മാവിൻ്റെ കൺസിസ്റ്റൻസി അല്ല, അതിലും കുറച്ചുകൂടി തിക്കായിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ പക്കോട കഴിക്കുമ്പോൾ മുട്ടയുടെ ടേസ്റ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് സവോളയുടെയും ആ മല്ലിയിലയുടെയും ഇഞ്ചിയുടെയും എല്ലാ ഫ്ലേവറുകളും കിട്ടും. ഇനി നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇത് കണ്ടോ, നല്ല തിക്കായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബജ്ജി മാവിൻ്റെ കൺസിസ്റ്റൻസി അല്ല. പിന്നെ ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ആയിരിക്കണം. എരിവ് കുറവാണെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. ഇനി മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ കളർ മാറുമ്പോൾ അത്ര സുഖം ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നല്ല മഴയാണ്. അപ്പോൾ മഴയുടെ ചെറിയ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഞങ്ങൾ കുക്ക് ചെയ്യുന്നത് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഡ്രസ് വർക്കിൻ്റെ മുകളിൽ വെള്ളം വീഴുന്ന സൗണ്ട് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
അപ്പോൾ നമുക്ക് ഇനി മുട്ട മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു മുട്ട 4ആയിട്ട് നീളത്തിൽ മുറിച്ചെടുക്കാൻ പോവാണ്. അതിനുശേഷമാണ് ബജ്ജി ആക്കുന്നത്. അപ്പോൾ മുട്ട മുറിച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇതാ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മുട്ട ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് മുട്ട ഈ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇടാം. പക്ഷെ ഞാൻ കുറച്ചുകൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്പൂൺ ഉപയോഗിച്ചാണ് ഇടുന്നത്. മുട്ട നന്നായിട്ട് കവറാവണം. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് കവറായി വരണം. അതിനാണ് നമ്മൾ തിക്കായിട്ട് ഈ ബാറ്റർ മിക്സ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. ഇനി ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ എണ്ണ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഫ്ലെയിം കുറയ്ക്കും. എന്താണെന്ന് വെച്ചാൽ എണ്ണയുടെ ചൂട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ബാറ്റർ തിക്കായതുകൊണ്ട് കറക്റ്റായിട്ട് കുക്കാവില്ല. അപ്പോൾ ഞാനൊന്ന് ഫ്ലെയിം കുറച്ച് വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ മുട്ട ഓരോ പീസുകളായിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇടുക, ഫ്രൈ ചെയ്തെടുക്കുക. ചൂട് ചായയുടെ കൂടെ കഴിക്കുക. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഉപ്പും എരിവും ഒക്കെ ബാറ്ററിൻ്റെ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ചൂട് ചായയുടെ കൂടെ കഴിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കിച്ചൂസ് ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ റെഡിയായി നിൽക്കുകയാണ്. കിച്ചൂസിൻ്റെ ഫ്രഞ്ച് ഫ്രൈസും മുട്ട പക്കോടയൊക്കെയാണ് ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇത്രയും പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 6 പീസ് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ആയി വരണം. ഒട്ടും തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട കറക്റ്റായിട്ട് ഷേപ്പിൽ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഏതാണെന്ന് ഓർക്കുന്നില്ല. ഇതുപോലെ തന്നെ മുട്ടയുടെ റെസിപ്പിയുടെ വീഡിയോയിലാണ് ചെയ്തിരിക്കുന്നത്. കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് എനിക്ക് കമൻറ്റ്സ് വരാറുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുട്ട റെസിപ്പീസ്, നമ്മുടെ സ്നാക്സിൻ്റെ റെസിപ്പി, മുട്ട കൊണ്ടുള്ള സ്നാക്സ് ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്പീസ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം കേട്ടോ. കറക്റ്റ് വീഡിയോയുടെ പേര് ഓർക്കുന്നില്ല. പേര് ഓർക്കുകയാണെങ്കിൽ ഞാനിതിൽ കൊടുക്കാം കേട്ടോ. ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കൊടുക്കാം. ഞാൻ നോക്കട്ടെ. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചിടുക. സാധാരണ നമ്മൾ ബജികളൊക്കെ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് കിച്ചൂസിനൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊക്കെ കൊടുക്കണം. കാറ്റും മഴയൊക്കെ വരുമ്പോൾ നടന്നുകൂടെ ആത്മാവാണ് ഇത് ഇങ്ങനെ സൈഡിൽ. അപ്പോൾ അപ്പുറത്തെ ടേബിളിൽ നിറയെ പാത്രം ഇരിക്കേണ്ട, ആവശ്യമുള്ളത് എടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. ഇന്നിപ്പോൾ കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഇതും ഉണ്ടാവും കേട്ടോ. മഴയുടെ മാത്രമല്ല, കിച്ചൂസിൻ്റെ കുക്കിംഗ് ഡിസ്റ്റർബൻസ് അല്ല, കിച്ചൂസിൻ്റെ കുക്കിങ്ങിൻ്റെ സൗണ്ടും കൂടി ഉണ്ടാവും. അപ്പോൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ടിട്ട് ഒന്ന് കളർ ചേഞ്ച് ആയി വരണം. ഇപ്പോൾ ഉണ്ടോ, നമ്മുടെ മുട്ട ബജിയുടെ ഒക്കെ കളറാണെങ്കിലും നമ്മൾ മുളക് പൊടി കുറച്ച് ചേർക്കുന്നതുകൊണ്ട് അത്ര ഇങ്ങോട്ട് കളറായിട്ടില്ല. പീലർ ആ ഡ്രോയിൽ. അപ്പോൾ മഴക്കാലം സ്പെഷ്യലായിട്ട് നമ്മൾ ചൂട് സ്നാക്സ് ഒക്കെ അല്ലേ കഴിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഇതുപോലെയുള്ള സ്നാക്സ് ഒക്കെ പ്ലാൻ ചെയ്തത്. ഫ്രഞ്ച് ഫ്രൈസ് എൻ്റെ സ്വന്തം ക്ലാസിക് റെസിപ്പി. അപ്പോൾ അത് ഞാനേ കുക്ക് ചെയ്യുള്ളൂ. അതെ, അത് കിച്ചൂസേ കുക്ക് ചെയ്യുള്ളൂ, കിച്ചൂസ് തന്നെ കഴിക്കുള്ളൂ. ഞങ്ങളൊക്കെ വളരെ കുറച്ച് കഴിക്കുള്ളൂ. ഫ്രഞ്ച് ഫ്രൈസ് വളരെ കുറച്ചേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞത് ഫ്രഞ്ച് ഫ്രൈസ്. അല്ലാതെ കഴിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. യോ, അതേ ഇവിടെ മുഴുവൻ ക്ലീൻ ചെയ്തിട്ടിട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രം ഈ കുക്കിംഗ് മതി, അല്ലെങ്കിൽ വേണ്ട. പീലിയുടെ കണ്ടിട്ടല്ല, ഇത് ക്ലീൻ ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് വിളിച്ചതാണ്. അപ്പോൾ നമ്മുടെ മുട്ട പക്കോറകൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പക്കോറ എന്നോ പക്കോട എന്നോ പറയാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ കോട്ടിങ് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുട്ട പൊട്ടിത്തെറിക്കാറുണ്ട്. നമ്മൾ മുട്ട ബജ്ജി ഉണ്ടാക്കുമ്പോഴും എപ്പോഴും പറയാറുണ്ട്, മുട്ട എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന റെസിപ്പീസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ഫ്രൈ ചെയ്യുക, ഇല്ലെങ്കിൽ മുട്ടയൊന്ന് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട പക്കോറകളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാനിത് കുറച്ചായിട്ട്, അതായത് നമ്മളിപ്പോൾ 6 മുട്ട എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം സമയം എടുക്കും ഫ്രൈ ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ 6 വീതം ഫ്രൈ ചെയ്ത് വരുമ്പോൾ കുറച്ച് ബാച്ചുകളായിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസും കിച്ചൂസിൻ്റെ എന്തോ സ്നാക്സ് ഒക്കെ വരുന്നുണ്ട്, അതെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് പ്രസൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്യാൻ തുടങ്ങി. 2 പാറ്റേണിലാണ് കിച്ചൂസ് ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ക്യൂബ്സ് ആയിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഫ്രൈ ആയി വന്നിട്ട് ലാസ്റ്റാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുള്ളൂ. എനിക്ക് എപ്പോഴും കമൻറ്റ്സ് വരാറുണ്ട്, ഫ്രഞ്ച് ഫ്രൈസിൽ ഉപ്പ് ചേർത്തില്ലേ എന്ന് ചോദിച്ചിട്ട്.
അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിൽ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടാണ് ഉപ്പ് ചേർക്കുക. ഇതിന് മുമ്പ് ഇത് ബ്ലാൻഡ് ചെയ്തെടുത്തിട്ടാണ് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കിയിട്ട് നമുക്ക് നമ്മുടെ മുട്ട പക്കോടയും കൂടി പ്രസൻറ്റ് ചെയ്യാം. ഇത് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഉപ്പിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പ് ചേർക്കട്ടെ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വീഡിയോയിലും ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രഞ്ച് ഫ്രൈസിൽ ഉപ്പ് ചേർക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ്സ് വരുന്നതുകൊണ്ടാണ്. ഇതുപോലെ നമ്മൾ ലാസ്റ്റ് ഒന്ന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഫൈനൽ പ്രസൻറ്റ് ചെയ്യാം. പ്രസൻറ്റ് ചെയ്യണതിന് മുമ്പ് കഴിക്കാൻ തുടങ്ങി. പിച്ചൂസിനെ എല്ലാം റെഡി ആക്കി. ഇപ്പോൾ ഇതാ നമ്മുടെ മുട്ട പക്കോറയും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ ചൂട് ചായയുടെ കൂടെ ചേർത്ത് പക്കോറയും അതുപോലെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിക്കട്ടെ. നിങ്ങളെല്ലാവരും ഈ മഴക്കാലത്ത് ചൂടോടുകൂടി ഇത് രണ്ടും ഉണ്ടാക്കി കഴിക്കൂ കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.